കേരളത്തിലെ ബി.ജെ.പിയുടെ കാര്യം വളരെ രസകരമാണ്. മകൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കാണണമെന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. സുരേന്ദ്രനെ ഇറക്കി വിട്ട് ചാണകവെള്ളം തളിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ചില ബി.ജെ.പിക്കാരുടെ അജണ്ട. കഴിഞ്ഞ 5 വർഷമായി അതിനുവേണ്ടി പണിയെടുത്തിട്ടും ഒന്നും നടക്കാത്തതിന്റെ അമർഷത്തിലാണ് സുരേന്ദ്രനെ എതിർക്കുന്ന മുഴുവൻ പേരും. സുരേന്ദ്രൻ അതിലും വലിയ വിഷമത്തിലാണ്. എന്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയും ചൊല്ലി നടക്കുകയാണ് സുരേന്ദ്രൻ. ഗ്രൂപ്പ് മാനേജർമാരായി 2-3 പേരും കൂടെ കൂടിയിട്ടുണ്ട്. അവർ സുരേന്ദ്രന്റെ പുക കണ്ടേ ഈ കളി അവസാനിപ്പിക്കും. ഇന്നലെ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ രസികനായ ഒരു ഭാരവാഹി പറഞ്ഞ ഒരു കഥയുണ്ട്. മിഥുനം സിനിമയിലെ ചെറിയൊരു സീനാണ്. മോഹൻലാലിന്റെ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ പരിശോധനയ്ക്കായി ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ ഫാക്ടറി സന്ദർശിക്കുമ്പോൾ മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്നസെന്റ് പൂർവ്വ വൈരാഗ്യം വെച്ച് തന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന സബ് എഞ്ചിനീയറെ കയ്യേറ്റം ചെയ്യുകയും എഞ്ചിനീയർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന സീൻ. ഓടുന്ന വഴി എഞ്ചിനീയർ പറയുന്നുണ്ട്, നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഫാക്ടറി തുറക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ഇന്നസെന്റ് പറയുന്ന മറുപടിയാണ് കേരളത്തിൽ ഒട്ടുമിക്ക ബി.ജെ.പിക്കാരും ഇന്ന് ഏറ്റു പറയുന്നത്. ഈ ഫാക്ടറി തുറന്നില്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ലടാണ്. ഏറ്റവും ഭംഗിയായി ജയിക്കാമായിരുന്ന പാലക്കാട് സീറ്റിൽ ബി.ജെ.പിയുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ നിർത്തി കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചാൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സുരേന്ദ്രനെ മാറ്റിക്കൊള്ളുമെന്നാണ് ഇവരെല്ലാം ധരിച്ചിരുന്നത്. അതിനുവേണ്ടി അവർ ആളോഹരി ഒളിഞ്ഞും തെളിഞ്ഞും പണിയെടുക്കുകയും ചെയ്തു. എടുത്ത പണി ഫലവത്തായി. സ്ഥാനാർത്ഥി അന്തസ്സായി തോറ്റു. കൃഷ്ണകുമാർ അല്ലാണ്ട് മറ്റാരവിടെ മത്സരിച്ചിരുന്നുവെങ്കിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ അവര് പറയുന്നത് അതല്ല. കൃഷ്ണകുമാർ അല്ലാതെ മറ്റാരെങ്കിലും, അതായത് ശോഭാ സുരേന്ദ്രനോ മറ്റാരെങ്കിലും മത്സരിച്ചിരുന്നുവെങ്കിൽ സീറ്റ് ജയിച്ചേനെ എന്നാണ്. സുരേന്ദ്രനെ മാറ്റി മറ്റൊരാൾ വന്നാലും, സംസ്ഥാന പ്രസിഡന്റായി മറ്റാര് വന്നാലും അവസ്ഥ ഇത് തന്നെയായിരിക്കും. അല്പം ചരിത്രം പരിശോധിച്ചാൽ അതെല്ലാം മനസ്സിലാകും. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് നിയോഗിക്കുന്ന പ്രഭാരിയെ വരെ ഇവിടുന്ന് ഓടിച്ച ചരിത്രം ബി.ജെ.പിക്കാർക്കുണ്ട്. ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്നവരെ മറ്റൊരു കൂട്ടർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴുള്ള മുഴുവൻ നേതാക്കളെ മാറ്റി നിർത്തി പുതിയൊരു തലമുറയെ പരീക്ഷിക്കുന്നതാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് നല്ലത്. വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നൊരു പ്രഭാരി ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ കാണാത്ത കുറ്റങ്ങൾ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചു. പകരം വന്നത് ഉടുപ്പി സ്വദേശിയായ ബി.എൽ. സന്തോഷായിരുന്നു. ബി.എൽ. സന്തോഷിന്റെ അടുത്ത് യുവന്മാരുടെ ആരുടെയും പുട്ടുപണി നടന്നില്ല. മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി കെ.ആർ. ഉമാകാന്തനെയും അദ്ദേഹത്തെയും കൂട്ടി ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഈ നിലയിൽ പാർട്ടി നിലനിൽക്കുന്നത്. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടാൻ ബി.എൽ. സന്തോഷും ഉമാകാന്തനും ഈ സുരേന്ദ്രനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ ബി.എൽ. സന്തോഷ് ഇന്ന് കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അക്കാലത്ത് പാർട്ടിക്ക് വേണ്ടി അരയും തലയും മുറുക്കി പണിയെടുത്തവനെ അവർ സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചു. അതാണ് കെ സുരേന്ദ്രൻ. അന്നു മുതൽ തുടങ്ങിയതാണ് സുരേന്ദ്രനെ മാറ്റണമെന്ന മുറവിളി. ഏതായാലും സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് വീതം നേടി. അത് ഒരു ചില്ലറ കാര്യമല്ല. കേരളത്തിലെ ബി.ജെ.പിക്കാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ കേന്ദ്രം ഒരു രീതിയിലും ഇല്ലെന്നുള്ളതാണ്. നിങ്ങൾ ആരുമില്ലേലും അവിടെ ഭരണം നടന്നുള്ളൂ എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ ജയിച്ചാൽ നിങ്ങൾക്ക് വല്ലത് കൈയിട്ട് വരാൻ കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ തരപ്പര നടക്കാം. പാലക്കാട് കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ അരയും തലയും മുറുക്കി നിന്നവരെല്ലാം ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കൃഷ്ണകുമാർ അവിടെ ജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുമായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം ഓരോ ബി.ജെ.പിക്കാരനുമായിരുന്നു. കേന്ദ്രത്തിലെ ഭരണത്തിന്റെ ശീതളച്ചായയിൽ നിങ്ങൾ കളിക്കുന്ന കളികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ആരുമില്ലെങ്കിലും കേരളത്തിൽ ഇന്നത്തെ നിലയിൽ ഈ 20% വോട്ട് ഷെയർ നിൽക്കും. ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലെ തലമുതിർന്ന നേതാക്കന്മാരെ എല്ലാം പറഞ്ഞു വിട്ടാൽ തന്നെ വോട്ട് വിഹിതം കൂടും. വെടക്കാക്കി തനിച്ചാക്കുക എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ അതിനുള്ള ശ്രമമാണ് നടന്നത്. ഇപ്പോൾ നടക്കുന്നതും അതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതും അതാണ്. പണ്ട് സംസ്ഥാന തലത്തിൽ വോട്ട് മറിച്ച് വിൽക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. അതിപ്പോൾ പ്രാദേശിക തലത്തിലായെന്ന് മാത്രം. 2014-ലെയും 2019-ലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിലും പാലാ നിയോജക മണ്ഡലത്തിൽ 25,000 മുതൽ 30,000 വരെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 9,000 കുറഞ്ഞു. അത് പാർട്ടി ക്ഷീണിച്ചിട്ടൊന്നുമല്ല കേട്ടോ. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന് പറഞ്ഞു നടക്കുന്നയാൾ, അയാൾ തന്നെയാണ് അത് മറിച്ചു വിറ്റത്. ഇതൊരു പാലയിലെ സംഭവം മാത്രമല്ല. ഹരിപ്പാട് മണ്ഡലത്തിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹത്താൽ ഭാര്യയ്ക്ക് ജോലി കിട്ടിയവർ മുതൽ ഉസ്മാന്റെ അനുഗ്രഹത്താൽ ജയിൽവാസം ഒഴിവാക്കിയവർ വരെ ഈ വക കച്ചവടങ്ങൾക്ക് മുന്നിലുണ്ട്. ഏതായാലും സുരേന്ദ്രനെ കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങി നടക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്.